നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ 0 ടു എക്സ് ടി സൈൻ ടി ഡി ടി ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ്. ഇത് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ് തരുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്കറിയാം നേരെ എന്താ കിട്ടാൻ പോണത്, എക്സ് സൈൻ എക്സ് ആണ് കിട്ടാൻ പോണത് എഫ് ഡാഷ് ഓഫ് എക്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ് അത് പറയുന്നത്. എക്സ് സൈൻ എക്സ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഇന്റഗ്രൽ 0 ടു പൈ എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ പൈ സ്ക്വയർ ബൈ 4 കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇന്റഗ്രൽ 0 മുതൽ പൈ വരെ എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ദിസ് ഇസ് ഐ എന്ന് വിളിച്ചാൽ ഐ ഇസ് ആൾസോ ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു പൈ എന്താണ്, പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആണ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ഓഫ് പൈ മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 2i is equal to ഇന്റഗ്രൽ 0 ടു പൈ പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്തായി മാറി, എക്സ് സൈൻ എക്സ് ക്യാൻസൽ ആയി പോയി, പൈ സൈൻ എക്സ് മാത്രമായി മാറി. പൈ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്നായി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ വാല്യൂ ഇന്റഗ്രൽ പൈ ബൈ 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു പൈ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഇനി ഒന്ന് നോക്കിക്കേ, ഇത് ഈ ഫംഗ്ഷൻ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഇന്റഗ്രൽ 0 ടു 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2a മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, റൈറ്റ്, ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രാൻഡിന് എക്സിന് പകരം പൈ മൈനസ് എക്സ് കൊടുത്താലും സെയിം സാധനത വരാൻ പോകണം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൈ ബൈ 2 ഇൻറ്റു 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണേ. 1 പ്ലസ് കോസ് എക്സിനെ നമ്മൾ ടി എന്ന് വിളിച്ചാൽ, കോസ് എക്സിനെ ടി എന്ന് വിളിച്ചാൽ സൈൻ എക്സ് ഡി എക്സ് എന്തായി മാറി, മൈനസ് ഡി ടി ആയി മാറി. ഓക്കെ, സോ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ പൈ ടൈംസ് കോസ് എക്സ്, കോസ് 0 എന്ന് പറയുന്ന സാധനം 1 ആണ്, ഇത് 0 ആണ്, മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ബിക്കംസ് പൈ ടൈംസ് ഇന്റഗ്രൽ റിവേഴ്സ് സ്വിച്ച് ചെയ്യുക, ലിമിറ്റ്സ് സ്വിച്ച് ചെയ്യുക, ഇന്റഗ്രൽ 0 ടു 1 ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് കിട്ടി. സോ പൈ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ഫ്രം 0 to 1. So pi into tan inverse of 1 എന്നുള്ളത് pi by 4 ആണ്. Pi into pi by 4 is pi square by 4. Pi square by 4 ആണ്. Pi square by 4 is the right answer. Okay. Next question ലേക്ക് പോവാം. Integral 0 to 1 x into 1 minus x raised to n dx എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കത് ചെയ്തു നോക്കാം. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല. ഇന്റഗ്രൽ 0 മുതൽ 1 വരെ x into 1 minus x whole raised to n dx ആണ് ചോദിച്ചിരിക്കുന്നത്. But this is I. Okay. I is also equal to integral 0 to 1 x ന് വരെ 1 minus x കൊടുത്താൽ 1 minus x into 1 minus x xi x raised to n dxi. So this becomes integral 0 to 1 x raised to n minus x raised to n plus 1 dx എന്ന് കിട്ടി. So this is x raised to n plus 1 by n plus 1 minus x raised to n plus 2 divided by n plus 2 within the limit 0 to 1. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ലോവർ ലിമിറ്റ് 0 ആയി പോയിണ്ടാവും. 1 by n plus 1 മൈനസ് 1 by n plus 2 എന്ന് കിട്ടും. 1 by n plus 1 into n plus 2 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ 1 by n plus 1 into n plus 2 is the right answer. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 സൈൻ റൈസ് ടു 5x into കോസ് റൈസ് ടു 4x. നമ്മൾ പെട്ടെന്ന് നോക്കേണ്ടത് ഇത് ഓഡ് ഫംഗ്ഷൻ ആണെന്നാണ്. ശരിയാണ്, എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താൽ ഈ ഭാഗം ഈവൻ ആണ്, ഈ ഭാഗം ഓഡ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് ഓഡ് ഫംഗ്ഷൻ ആണ്. ആൻസർ എന്താണ്, 0. ഒറ്റയടിക്ക് ആൻസർ കിട്ടി 0. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ലോഗ് സൈൻ എക്സ്. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. മൈനസ് പൈ ബൈ 2 ലോഗ് ടു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കുക. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇതും ഇതിന്റെ വേരിയേഷനും പല എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നതാണ്. സാധാരണ സ്റ്റാൻഡേർഡ് NCERT പ്രോബ്ലം തന്നെയാണിത്. പക്ഷെ എന്ത് ചെയ്യണം, അത് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്ന സാധനം മൈനസ് പൈ ബൈ 2 ലോഗ് 2 ആണ്.
if f and g are defined as f of x is equal to f of a minus x and g of x plus g of a minus x is equal to 4, integral 0 to a f of x into g of x is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ ഡി കിട്ടിയിട്ടുണ്ടാവും, ഡോഗ് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഐ എന്ന് വിളിച്ചിരിക്കുന്ന സാധനം ഇന്റഗ്രൽ 0 to a f of x into g of x dx ആണ്. ഇനി ഐ is also equal to integral 0 to a f of a minus x into g of a minus x dx ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, f of x f of a minus x ആണ്. സോ ഇന്റഗ്രൽ 0 to a f of a minus x f of x എന്ന് വിളിച്ചു. g of a minus x എന്താ, 4 minus g of x ആണ്. 4 minus g of x dx എന്ന് വിളിച്ചു. So this becomes integral 0 to a fx dx 4 times minus അത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു കേട്ടോ. ഇന്റഗ്രൽ 0 to a fx into gx dx എന്ന് കിട്ടി. And this is your I. അപ്പൊ I is equal to നമുക്ക് കിട്ടിയത് എന്താ, I is equal to 4 times integral 0 to a fx dx minus I എന്ന് കിട്ടി. സോ I ഇപ്പുറത്ത് പോയി 2i ആയി. അപ്പൊ I വാല്യൂ എന്ന് പറഞ്ഞ സാധനം 2 times integral 0 to a fx dx ആണ്. So I is equal to 2 times integral 0 to a fx dx. The right answer. Next question നോക്കാം. Integral log x plus 1 by log x the whole square dx. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ എ കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ഇന്റഗ്രൽ log x പ്ലസ് 1 by log x whole square dx. ഇങ്ങനെയാണ് സംഭവം. അപ്പൊ നമുക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, log xന് ടി എന്ന് കൊടുക്കാൻ പോവാം. log xന് ടി എന്ന് പറഞ്ഞാൽ x is equal to e power t ആണ്, dx എന്ന സാധനം e power t dt ആണ്. So this becomes integral log t plus 1 by t square into e power t dt. ഇനി നമുക്കറിയാം e power xന്റെ കൂടെ സാധാരണ fx plus f dash x ഫോമാണ് വരിക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാലോ. പക്ഷെ നോക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ആർട്ടിഫിഷ്യലി ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക. ശ്രദ്ധിക്കണേ, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കേ. ഇത് ഇന്റഗ്രൽ e power t അല്ലേ. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് log t ഉണ്ടല്ലോ, ഓക്കെ, മൈനസ് 1 by t എന്ന് എഴുതി, പ്ലസ് 1 by t പ്ലസ് 1 by t സ്ക്വയർ ഇങ്ങനെ എഴുതി. എന്തിനാണ് ഇപ്പൊ മനസ്സിലാവുക. ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് log ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1 by t, മൈനസ് 1 by ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1 by t സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു എഫ് ഓഫ് ടി പോലെ എടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ സാധനം. ഓക്കെ, അപ്പൊ ഇത് ഇ പവർ ടി ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ഫോമിലാണ്. ആൻസർ എന്താണ്, ഇ പവർ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ഇ പവർ ടി ഇൻറ്റു ലോഗ് ടി മൈനസ് 1 by t പ്ലസ് സി ആണ് നമ്മുടെ ഉത്തരം. ഇനി തിരിച്ചു വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ പവർ ടി എന്ന് പറയുന്ന സാധനം എക്സ് ആണ്. അപ്പോൾ തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ പവർ ടി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ലോഗ് ടി എന്ന് പറഞ്ഞത് ലോഗ് എക്സ് ആണ്, ലോഗ് എക്സ് ആണ്, പിന്നെ മൈനസ് 1 by log x പ്ലസ് സി. അതായത് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ്, എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് സി. അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്റഗ്രൽ റൂട്ട് കോട്ടെക്സ് പ്ലസ് റൂട്ട് ടാൻ എക്സ് ഡി എക്സ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കിയവർക്ക് എ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇന്റഗ്രൽ റൂട്ട് കോട്ടെക്സ് പ്ലസ് റൂട്ട് ടാൻ എക്സ് ഡി എക്സ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രൽ 1 by റൂട്ട് ടാൻ എക്സ് പ്ലസ് റൂട്ട് ടാൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി. സോ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ 1 plus ടാൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി റൂട്ട് ടാൻ എക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ടി എന്ന് വിളിക്കുന്നു. അഥവാ ടാൻ എക്സിനെ എന്തെന്ന് വിളിക്കുന്നു, ടി സ്ക്വയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ സീക് സ്ക്വയർ എക്സ് ഡി എക്സിന് എന്തെന്ന് വിളിക്കുന്നു, 2t dt എന്ന് വിളിക്കുന്നു. അപ്പോൾ സീക് സ്ക്വയർ എക്സ് എന്ന സാധനം 1 plus t സ്ക്വയർ ഇൻറ്റു ഡി ടി ആണ്, സോറി ഡി എക്സ് ആണ് 2t dt. അഥവാ ഡി എക്സ് എന്ന സാധനം 2t ഡിവൈഡഡ് ബൈ 1 plus t സ്ക്വയർ ഡി ടി ആണ്. സോ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ 1 plus t ഡിവൈഡഡ് ബൈ 1 plus t square divided by t into 2t dt divided by 1 plus t square. അല്ല 1 plus t square അല്ല വരാം, 1 plus t power 4 കേട്ടോ. 1 plus t power 4 തെറ്റിപ്പോയി. 1 plus t power 4 കാരണം റൂട്ട് ടാൻ എക്സിനെ നമ്മൾ ടി എന്ന് വിളിച്ചത്. ടാൻ എക്സ് ടി സ്ക്വയർ ആണ്, സിക്സ് സ്ക്വയർ എക്സ് 1 plus ടാൻ സ്ക്വയർ ആണ്. അപ്പോൾ 1 plus t power 4 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാൻ പോകണമെന്ന് വെച്ചാൽ 2 times
ഇന്റഗ്രൽ 1 പ്ലസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ടി പവർ 4 ഡി ടി എന്ന് കിട്ടി. അപ്പൊ ഇത് ഒരു ട്രിക്കി ഭാഗമാണ്. ഇനി ഇത് ചെയ്യാനുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, ന്യൂമറേറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകാം. ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ ടി സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ഇത് 1 ബൈ ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്നായി മാറി. ഓക്കെ, ഇനി എൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 ബൈ ടി സ്ക്വയർ പ്ലസ് 1 അല്ല, ടി മൈനസ് 1 ബൈ ടീനെ യു എന്ന് വിളിക്കാൻ പോകാം. എന്താ ഇങ്ങനെ വിളിക്കാൻ രണ്ട് ഗുണം എന്നറിയോ? രണ്ട് ഗുണമുണ്ട്. ടി മൈനസ് 1 ബൈ ടീനെ യു എന്ന് വിളിച്ചാൽ ഇത് പെട്ടെന്ന് 1 പ്ലസ് 1 ബൈ ടി സ്ക്വയർ ഡി ടി ഡി യു ആയി മാറി. അതാണ് നമുക്കിവിടെ വേണ്ട ഈ ന്യൂമറേറ്ററുള്ള സാധനം. അതേപോലെ ഇതിനെ സ്ക്വയർ ചെയ്താൽ ടി സ്ക്വയർ പ്ലസ് 1 ബൈ ടി സ്ക്വയർ മൈനസ് 2 യു സ്ക്വയർ ആണ് കിട്ടി. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 2 ടൈംസ് ഡി യു ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 2 എന്ന് കിട്ടി. ലാഭമായല്ലോ. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 2 ടൈംസ് ഇത് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പോലെയാണ് അല്ലേ. 1 ബൈ റൂട്ട് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ റൂട്ട് 2 പ്ലസ് എന്ന് കിട്ടും. അഥവാ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് റൂട്ട് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് യു ബൈ റൂട്ട് 2. യു എന്ന് നമ്മൾ വിളിച്ചത് ടി മൈനസ് 1 ബൈ ടി ബൈ റൂട്ട് 2 പ്ലസ് ഇ ആണ്. ഇത് റൂട്ട് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് ടി സ്ക്വയർ മൈനസ് 1 ബൈ റൂട്ട് 2 ടി എന്ന് കിട്ടും. സോ റൂട്ട് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ടാൻ എക്സ് ആണ്. ടാൻ എക്സ് മൈനസ് 1 ബൈ റൂട്ട് 2 ടാൻ എക്സ് പ്ലസ് ഇ എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് മൈനസ് 1 ബൈ റൂട്ട് 2 ടാൻ എക്സ് എന്ന് കിട്ടി. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ 0 to 1 e raised to t divided by 1 plus t dt is equal to a. Integral 0 to 1 e raised to t divided by 1 plus t whole square dt is equal to. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഇതിനെ സേ ഐ എന്ന് വിളിച്ചാൽ ഓപ്ഷനൊക്കെ ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് സംതിങ് പോലെയാണ്. എ പ്ലസ് സംതിങ് പോലെയാണ്. അപ്പം ഞാൻ ഐ മൈനസ് എ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കാൻ പോകുന്നത് കേട്ടോ. ഐ മൈനസ് എ എന്താ നമുക്ക് കണ്ടുപിടിക്കാം. ഐ മൈനസ് എ ഐ എന്ന് നമ്മൾ പറഞ്ഞ സാധനം ഇന്റഗ്രൽ 0 to 1 e raised to t divided by 1 plus t the whole square dt minus a എന്ന് നമ്മൾ വിളിച്ച സാധനം എന്താണ്? ഇന്റഗ്രൽ 0 to 1 e raised to t divided by 1 plus t dt. So this is integral 0 to 1 e raised to t into 1 by 1 plus t the whole square minus 1 by 1 plus t. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. മൈനസ് 1 ബൈ 1 പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ 1 പ്ലസ് ടി ഇത് ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായി? ഇത് ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ മൈനസ് ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി ആയി വിത്തിൻ ദ ലിമിറ്റ് 0 to 1. അപ്പോൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുറത്ത് മൈനസ് ചെയ്യാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ബൈ 2 മൈനസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടാൻ പോകുന്നത് ദിസ് ഇസ് 1 മൈനസ് ഇ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ ഐ മൈനസ് എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ ബൈ 2. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു എ പ്ലസ് 1 മൈനസ് ഇ ബൈ 2. അപ്പോൾ എ പ്ലസ് 1 മൈനസ് ഇ ബൈ 2 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ 3e റേസ് ടു എക്സ് മൈനസ് 5e റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 4e റേസ് ടു എക്സ് പ്ലസ് 5e റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് പി ലോഗ് 4e റേസ് ടു എക്സ് പ്ലസ് 5e റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എ എന്താ ബി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു. ഇന്റഗ്രൽ എ റേസ് ടു എക്സ് പ്ലസ് ബി റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സി റേസ് ടു എക്സ് പ്ലസ് ഡി റേസ് ടു മൈനസ് എക്സ് വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ന്യൂമറേറ്ററിനെ സം കോൺസ്റ്റന്റ് ടൈംസ് ഡിനോമിനേറ്റർ പ്ലസ് അനദർ കോൺസ്റ്റന്റ് ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആക്കി മാറ്റി എഴുതണം. അതാണ് അതിൻ്റെ ട്രിക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്റഗ്രൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഡി എക്സ് എന്തായി മാറി? അപ്പോൾ ഇന്റഗ്രൽ k1 ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ഡി എക്സ് പ്ലസ് k2 ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ഡി എക്സ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അത് k1 ടൈംസ് എക്സ് പ്ലസ് k2 ലോഗ് മോഡ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്ന് കിട്ടും. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ k1 k2ന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇവിടെ
K1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോയഫിഷ്യന്റ്, അതുപോലെ K2 എന്ന് പറയുന്നത് ലോഗ് ഡിനോമിനേറ്ററിന്റെ കോയഫിഷ്യന്റ്. അങ്ങനെയാണ് നമ്മൾ ഇതാക്കണ്ട എയും ബിയും വന്നിരിക്കുന്നത്. അപ്പൊ എയും ബിയും കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ന്യൂമറേറ്റർ is equal to K1 times denominator plus K2 times derivative of denominator. The numerator is equal to 3 raised to x minus 5 raised to minus x is equal to a times denominator. Denominator is 4 raised to x plus 5 raised to minus x plus b times അതിന്റെ ഡെറിവേറ്റീവ് 4 raised to x minus 5 raised to minus x എന്ന് കിട്ടി. ഇനി ഇ പവർ എക്സിന്റെയും ഇ പവർ മൈനസ് എക്സിന്റെയും കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. ഇ പവർ എക്സിന്റെ കോഎഫിഷ്യൻ കമ്പയർ ചെയ്യുമ്പോൾ 3 is equal to 4a plus 4b, അതുപോലെ മൈനസ് 5 is equal to 5a minus 5b എന്ന് കിട്ടി. അഥവാ a plus b എന്ന് പറഞ്ഞ സാധനം 3/4 ആണ്. അതുപോലെ a minus b എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യണം. വേണ്ടത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2a is equal to minus 1/4 കിട്ടും, a is equal to minus 1/8 കിട്ടും. അപ്പോൾ b is equal to a plus 1 എന്ന് കിട്ടും, അഥവാ 7/8 എന്ന് കിട്ടും. അപ്പം മൈനസ് 1/8ഉം 7/8ഉം ആണ് ആൻസർ. അപ്പോൾ ഇത് ട്രിക്ക് ഓർക്കണം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ വരിക, ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് പ്രോബ്ലം വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ് is equal to integral 0 to y dt divided by root over 1 plus t square and d square y by dx square is equal to ay, then a is equal to. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് നോക്കി, എക്സിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ. അപ്പൊ ഡി എക്സ് ബൈ ഡി വൈ കണ്ടുപിടിക്കും. ഇവിടെ ഡി എക്സ് ബൈ ഡി വൈ അത് നേരെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ചാൽ നമുക്ക് എന്താ കിട്ടാൻ പോണേ? 1/√1 പ്ലസ് 9y² എന്ന് കിട്ടും. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന സാധനം √1 പ്ലസ് 9y² ആണ് കിട്ടി. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം d by dx of √1 plus 9y² ആണ്. സോ ഇതെന്താ വരാൻ പോണത്? 1/2 √1 plus 9y² into 9y² ഡെറിവേറ്റീവ്, അത് 18y into dy by dx ആണ്. dy by dx y ഡാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ dy by dx കൊണ്ടുപോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ സാധനം. അപ്പോൾ അതും ഇതുമായിട്ട് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് കിട്ടി? നമുക്ക് 9y എന്ന് കിട്ടി ബാക്കി. അപ്പോൾ √1 plus 9y² y ഡാഷും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 9y is the right answer. Okay. Next question. The random variable x can take only the value 0, 1, 2. Given that probability x is equal to 0 is equal to probability x is equal to 1 is equal to p, and expectation of x square is equal to expectation of x, then p is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ ഹാഫ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റാൻഡം വേരിയബിൾ എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എന്തൊക്കെയാന്ന് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റികളും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് 0 വരാം, 1 വരാം, 2 വരാം. 1 പ്രോബബിലിറ്റി പി ആണ്, ഇതും പ്രോബബിലിറ്റി പി ആണ്. അപ്പൊ 2 വരാനുള്ള പ്രോബബിലിറ്റി 1 - 2p ആണ്. കാരണം വളരെ സിമ്പിളാ. എന്താണ് ഇത്? 3 ആഡ് ചെയ്താൽ 1 കിട്ടണമല്ലോ. ടോട്ടൽ ഇവിടെ എന്ത് വരണം? 1 വരണം. അതുകൊണ്ട് പിയും 1 - 2p എന്ന് നമ്മൾ എഴുതിയത്. ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്ടേഷൻ ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താ നോക്കാം. 0 × p പ്ലസ് 1 × p പ്ലസ് 2 × 1 - 2p ആണ് സംഭവം. ഓക്കെ, സോ ദിസ് ഇസ് p പ്ലസ് 2 മൈനസ് 4p. സോ ദിസ് ഇസ് 2 - 3p. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പറഞ്ഞ സാധനം നോക്കിക്കേ. 0² × p പ്ലസ് 1² × p പ്ലസ് 2² × 1 - 2p ആണ്. സോ ദിസ് ഇസ് p പ്ലസ് 4 × 1 - 2p. സോ ദിസ് ഇസ് p പ്ലസ് 4 - 8p. ദിസ് ഇസ് 4 - 7p. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ 2 - 3p തന്നെയാണ് 4 - 7p. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4p is equal to 2 എന്ന് കിട്ടും. p is equal to 1/2 എന്ന് കിട്ടി. So that is the right answer. Next ക്വസ്റ്റ്യനിലേക്ക് പോവാം. A letter is known to have come either from Tata Nagar or from Calcutta. On the envelope, just 2 consecutive letters TA are visible. Probability that it came from Tata Nagar is. ഇത് നോക്കിയവർക്ക് ആൻസർ 7/11 കിട്ടിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഓൺ ദി എൻവലപ്പ് ജസ്റ്റ് 2 consecutive letters TA are visible.
അപ്പോൾ ഒരു ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ടാറ്റാനഗർ എന്നാവാം. ഓക്കെ, പ്രോബബിലിറ്റി ടാറ്റാനഗർ എന്താണത്, അത് 1/2 ആണ്. പ്രോബബിലിറ്റി കാൽക്കട്ട അതെത്രയാ, 1/2 ആണ്. ഇനി നമ്മൾ 2 കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് ടി എ വിസിബിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ നോക്കാം. അപ്പൊ ടാറ്റാനഗർ കേസിൽ ഓക്കെ 2 കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും, ടി എ വരാം, എ ടി വരാം, പിന്നെ ടി എ വരാം, പിന്നെ എ എൻ വരാം, പിന്നെ എൻ എ വരാം, പിന്നെ എ ജി വരാം, പിന്നെ ജി എ വരാം, പിന്നെ എ ആർ വരാം. 2, 4, 6, 8 കേസുണ്ട്. 8 കേസിൽ 2 ടി എ വരാം. അപ്പൊ 2/8 ആണ് എന്ത്, probability of 2 TA given that it came from Tatanagar. Okay, so this is going to be 2 out of 8. Okay, അതുപോലെ കൽക്കട്ടയുടെ കേസ് എടുത്താൽ സി എ വരാം, എ എൽ വരാം, എൽ സി വരാം, സി യു വരാം, യു ടി വരാം, ടി ടി വരാം, ടി എ വരാം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 2 TA given that it is from Calcutta അത് എത്രയായിരിക്കും നോക്കിക്കേ, 2 ടി എ അല്ല, സോറി, കോൺസിക്യൂട്ടീവ് ലെറ്റേഴ്സ് ടി എ കേട്ടോ. 2 ടി എന്ന് എഴുതിയത് തെറ്റാണ്, ടി എ കോൺസിക്യൂട്ടീവ് ടി എ. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്തായിരിക്കും, 1 out of 7. 2, 4, 6, 7 കേസാണ്, 1 out of 7. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ടി എ എന്താ നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1/2 ഇൻറ്റു 2/8 പ്ലസ് 1/2 ഇൻറ്റു 1/7. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റിവേഴ്സ് പ്രോബബിലിറ്റി, ബേസ് തിയറി ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഗിവൺ ദാറ്റ് the TA, the just 2 letters T are visible, probability that it is from Tatanagar. Okay, probability of Tatanagar given TA is visible. Okay, so that is going to be probability TA is visible from Tatanagar divided by probability of into probability of മാറ്റി എഴുതണം ഞാൻ, ബേസ് തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ടി എ ഗിവൻ ടാറ്റാനഗർ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടാറ്റാനഗർ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ടി എ. റൈറ്റ്, സോ ദിസ് ഈസ് ഗോയിങ് ടു ബി എന്താ വരാൻ പോണത്, ടി എ ഗിവൻ ടാറ്റാനഗർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 2/8 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 2/8 പ്ലസ് 1/2 ഇൻറ്റു 1/7. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 14 ഡിവൈഡഡ് ബൈ 14 പ്ലസ് 8, അഥവാ 14 ഡിവൈഡഡ് ബൈ 22 എന്ന് കിട്ടും. 22 7/11 ആണ് നമ്മുടെ ആൻസർ. 7/11, 14 ഡിവൈഡഡ് ബൈ 22 അഥവാ 7/11. ബേസ് തിയറത്തിലെ ഒരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം കേട്ടോ. ബേസ് തിയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. How many times must a man toss a fair coin so that the probability of having at least one head is more than 90%? Again, അത് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ എൻട്രൻസ് പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം, ചെയ്ത് നോക്കിയവർക്ക് 4 ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് n തന്നിട്ടില്ല, അത് n ആണെന്ന് വിചാരിക്കാം, നമ്പർ ഓഫ് ട്രയൽസ്. ഓക്കെ, how many times must a man toss a fair coin so that the probability of having at least one head, അപ്പോൾ x is equal to number of success എന്ന് വിചാരിക്കാം, number of success. ഓക്കെ, സക്സസ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, സക്സസ് എന്ന് വിളിക്കുന്നത് എന്താണ്, ഗെറ്റിംഗ് എ ഹെഡ്, ഗെറ്റിംഗ് എ ഹെഡ് ആണ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഹാഫ് ആണ്, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഹാഫ് ആണ്. ഇത്രയും നമുക്കറിയാം. Probability of having at least one head is more than 90%. Probability of x greater than or equal to 1 is greater than 0.90. ഇതാണ് ചോദ്യം. Probability x greater than or equal to 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, probability x is equal to 1 plus probability of x is equal to 2 അങ്ങനെ പോവാണ് അല്ലേ. So this is 1 minus probability x is equal to 0 is greater than 0.90. Probability x is equal to 0 is less than 1 minus 0.9 എന്ന് പറയുന്നത് 0.1 ആണ് കിട്ടി. Probability x is equal to 0 is less than 0.1 കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് x is equal to 0 എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, എല്ലാം ഫെയിലിയർ അല്ലേ.
q raised to n is less than 0.1. q എന്ന് നമ്മൾ വിളിച്ചത് എന്താണ്? ഹാഫ് ആണ്. ഹാഫ് raised to n is less than 0.1. റെസിപ്രോക്കൽ എടുത്താൽ 2 raised to n is greater than 0.1ന്റെ റെസിപ്രോക്കൽ 10. അപ്പൊ n-ന്റെ വാല്യൂ 4, 5, 6, 7 അങ്ങനെ പോകുന്നു. അതിന്റെ സ്മോളസ്റ്റ് വാല്യൂ എത്രയാ? 4 ആണ്. അപ്പൊ മിനിമം 4 തവണ. ഓക്കെ, 4 തവണ മിനിമം ഇടണം. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് വിച്ച് ഇസ് നോട്ട് കോൺവെക്സ് ഈസ്. അപ്പൊ കോൺവെക്സ് സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു സെറ്റ് കോൺവെക്സ് സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻ എടുക്കുക. അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചു. ആ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിലുള്ള എല്ലാ പോയിന്റുകളും എന്തായിരിക്കും? ആ റീജിയനിൽ തന്നെ വരും. അതാണ് കോൺവെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കോൺവെക്സ് ആണ്. എന്നല്ല, ഇങ്ങനത്തെ ഒരു സാധനം എടുത്തു, ഇത് കോൺവെക്സ് അല്ല. കാരണം ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, കണ്ടോ? അത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിലുള്ള പോയിന്റുകളൊക്കെ ആ റീജിയന്റെ ഉള്ളിലല്ല വരണേ. അതുപോലെ നമുക്ക് നോക്കിക്കേ, 2 സർക്കിളിന്റെ ഇടയിലുള്ള റീജിയൻ, 2 സർക്കിളിന്റെ ഇടയിലുള്ള റീജിയൻ എന്തല്ല? കോൺവെക്സ് അല്ല. കണ്ടോ? ഇത് കോൺവെക്സ് അല്ല. കാരണം 2 പോയിന്റ്സ് എടുത്തു റീജിയനിലെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് വരച്ചാൽ എന്താണ്? ആ 2 ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്യുന്ന ആ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിലെ എല്ലാ പോയിന്റും ആ റീജിയനിലല്ല കിടക്കുന്നത്. ഇത് കോൺവെക്സ് അല്ല. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹാഫ് പ്ലെയിൻ ആണ്, അത് കോൺവെക്സ് ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇന്റീരിയർ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ്, കോൺവെക്സ് ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു എന്താ പറയാ, ഈ ആനുലാർ റീജിയൻ, 2 സർക്കിളിന്റെ ഇടയിലുള്ള റീജിയൻ ആണ്, അതെന്തല്ല? കോൺവെക്സ് അല്ല. ഇത് ഹാഫ് പ്ലെയിൻ ആണ്, ഹാഫ് പ്ലെയിൻ ആണ്. ഓക്കെ, സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, x1 and x2 are optimal solutions of an LPP. Then x is equal to lambda x1 plus 1 minus lambda into x2. Lambda belongs to R is an optimal solution. X is equal to lambda x1 plus 1 minus lambda into x2. 0 less than or equal to lambda less than or equal to 1 is an optimal solution. അങ്ങനെ കുറെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, x1 x2 ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ എനി പോയിന്റ് ഓൺ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് x1 and x2. x1 x2 പോയിന്റ്സ് ആണ് കേട്ടോ, അത് കോർഡിനേറ്റ്സ് പോലെ എടുക്കണം. അപ്പൊ x1 x2 ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിലെ ഏതൊരു പോയിന്റും എന്താണ്? ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെയായിരിക്കും. അപ്പൊ ഈ ലൈൻ സെഗ്മെന്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് അതിൽ ചോദ്യം. അപ്പൊ ലൈൻ സെഗ്മെന്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ? ലാംഡ x1 plus 1 minus lambda into x2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ലാംഡ ടേക്സ് വാല്യൂസ് ഫ്രം 0 to 1. ഓക്കെ, ലാംഡ വാല്യൂ 0 ആയാൽ അത് x2നെ റെപ്രസെന്റ് ചെയ്യും. ലാംഡ വാല്യൂ 1 ആയാൽ അത് x1നെ റെപ്രസെന്റ് ചെയ്യും. ലാംഡ 0നും 1നും ഇടയിൽ വേരി ചെയ്യുമ്പോൾ അത് x1നും x2നും ഇടയിലുള്ള ഏതൊരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അതാണ് അതിൽ ഐഡിയ. അപ്പൊ x is equal to lambda x1 plus 1 minus lambda into x2 ആണ് അതിന്റെ ആൻസർ വരാൻ പോണത്. ആൻഡ് ലാംഡ ടേക്സ് ഓൾ റിയൽ വാല്യൂസ് അല്ല 0നും 1നും ഇടയിലുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് ഡയറക്ഷൻ കൊസൈൻസ് ആർ ഗിവൺ ബൈ ദ ഇക്വേഷൻ L plus m plus n is equal to 0, L square plus m square minus n square is equal to 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അഗൈൻ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. നമ്മുടെ കയ്യിൽ L plus m plus n is equal to 0 ഉണ്ട്, L square plus m square minus n square is equal to 0 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 സെറ്റ് ഓഫ് ഡയറക്ഷൻ കൊസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമൺ കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് ആ ഡയറക്ഷൻ കൊസൈനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ π/3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് L പ്ലസ് എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 0യും അതുപോലെ L സ്ക്വയർ പ്ലസ് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ 0 ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ L സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആണല്ലോ. ഈ എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഓഫ് L പ്ലസ് എം ആണല്ലോ, അതിൻ്റെ സ്ക്വയർ ആണ് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? L സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് 2LM എന്ന് കിട്ടി. L സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി, എം സ്ക്വയർ ക്യാൻസൽ ആയിപ്പോയി. L ഇൻറ്റു എം ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. L ഇൻറ്റു എം ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? L ഇസ് ഈക്വൽ ടു 0. ഇപ്പൊ 2 കേസായി നമുക്ക് വന്നു കേട്ടോ. ഇതിന്റെ അർത്ഥം L ഇസ് ഈക്വൽ ടു 0 ഓർ എം ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ L 0 ആവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മള് L 0 കേസിൽ എന്താ വരാൻ പോണെന്ന് വെച്ചാൽ എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടാൻ പോണത്. അതായത് എം ഇസ് ഈക്വൽ ടു മൈനസ് എൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ എൽ എം എൻ വാല്യൂസ് ഇങ്ങനെ വരാൻ പോണത്. എൽ എം എൻ വാല്യൂസ് വരാൻ പോകുന്നത് 0 മൈനസ് എൻ എന്നുള്ള രീതിയിലാവും വരാൻ പോണത്. ഓക്കെ,
ഇനി എം 0 ആവുന്ന കേസിൽ നോക്കിക്കേ, എം 0 ആവുന്ന കേസിൽ എൽ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു 0 ആണ്, എൽ ഇസ് ഈക്വൽ ടു മൈനസ് എൻ ആണ്. അപ്പൊ നമ്മുടെ എൽ എം എൻ വാല്യൂസ് വരാൻ പോകുന്നത് എങ്ങനെയാ? മൈനസ് എൻ, എം എന്ന് പറയുന്നത് 0 ആണ്, എൻ ഇങ്ങനെയാണ് വന്നത്. അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് ഓഫ് റേഷ്യോസ് ഇങ്ങനെ വന്നു, 0 മൈനസ് എൻ എൻ എന്നും പിന്നെ വന്നത് എന്താണ്? മൈനസ് എൻ 0 എൻ എന്നും വന്നു. ഇത് ആക്ച്വലി 0 മൈനസ് 1 1 എന്നും മൈനസ് 1 0 1 എന്നും എടുക്കാം കേട്ടോ. ഇനി തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് 0 പ്ലസ് 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓവർ 1 പ്ലസ് 1 റൂട്ട് ഓവർ 1 പ്ലസ് 1. സോ ദിസ് ഇസ് 1/2 എന്ന് കിട്ടി. കോസ് തീറ്റ 1/2 കിട്ടി. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എത്ര കിട്ടാൻ പോകുന്നത്? 60 ഡിഗ്രീസ്. 60 ഡിഗ്രി ആയിരിക്കും ആൻസർ. 5/3 ഇസ് ദ റൈറ്റ് ആൻസർ.